ഹാട്രിക് പ്രതീക്ഷിച്ചിരിക്കുകയാണ് പിണറായി വിജയനും CPM-ഉം. കേരളത്തിൽ 2026 കേരളം ബൂത്തിലേക്ക് പോകുമ്പോൾ അവരുടെ എല്ലാം മനസ്സുകളിൽ, അതായത് ഓരോ വോട്ടറുടെയും മനസ്സിലുണ്ടാവുക LDF എന്ന മുദ്രാവാക്യമാണ്, അരിവാൾ ചുറ്റുക എന്ന ചിഹ്നമാണ്. അതുകൊണ്ട് വീണ്ടും ഹാട്രിക് ഭരണം തന്നെ പിണറായിക്ക് ലഭിക്കുമെന്നാണ് കൊൽക്കത്തയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗം പറഞ്ഞിരിക്കുന്നത്. അവർ ചേർന്നത് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ കരട് നയരേഖ തയ്യാറാക്കുവാൻ വേണ്ടിയാണ് യോഗം ചേർന്നത്. പക്ഷേ അതിനകത്ത് പറഞ്ഞു, കേരളത്തിൽ ഒരു നേതൃമാറ്റം ഇപ്പോൾ വേണ്ട. അതായത് പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്കും പാർട്ടിയെ നയിക്കണം. പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ തന്നെ പ്രചരണം മുന്നോട്ട് പോകണം. പിണറായി വിജയനെ ഇപ്പോൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് കനത്ത തിരിച്ചടിയാകും. കാരണം ഇപ്പോൾ തുടർന്നു വരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, മികവുറ്റ ഭരണം, ഇതൊക്കെ ജനങ്ങളിൽ CPM-നോടുള്ള ഇഷ്ടം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കറിയാമല്ലോ CPM-നെ കേരളത്തിലെ ജനത എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്ന്. എത്ര സംഭവങ്ങളിലൂടെ നിരന്തരം CPM-നെ CPM അണികൾ തന്നെ ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനങ്ങളിൽ വരെ അണികളാകെ പറയുന്നു, പ്രതിനിധികളാകെ പറയുന്നു, ഈ ഭരണം മോശമാണ്, ഭരണശൈലി മോശമാണ്, ഈ മസിലിപിടുത്തം മോശമാണ് എന്ന് അടച്ചാക്ഷേപിക്കുന്നു. ഒടുവിൽ എന്തായി? ആലപ്പുഴ സമ്മേളനത്തിൽ മുഴുവൻ സമയവും സമ്മേളന പ്രതിനിധികളെ നിയന്ത്രിക്കാനും സമ്മേളനം നിയന്ത്രിക്കാനും മുഖ്യമന്ത്രിക്ക് അവിടെ തുടരേണ്ടി വന്നു. അല്ലെങ്കിൽ പ്രതിനിധികൾ അവിടെയും ആഞ്ഞടിക്കുമായിരുന്നു. ഇതാണ് കേരളത്തിലെ സ്ഥിതി. എങ്കിലും കൊൽക്കത്തയിലിരുന്ന് കേന്ദ്ര കമ്മിറ്റി കൂടിയപ്പോൾ അവർ പറയുന്നു, കേരളം മികവുറ്റ മാതൃകയാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ പകരം വയ്ക്കാൻ കേരളത്തിൽ മറ്റൊരു നേതാവില്ല. അവർ പറയുന്നതാണ്, സ്വാഭാവികമായും പിണറായി വിജയൻ്റെ പിൻഗാമിയായി വരേണ്ടിയിരുന്ന വ്യക്തി അല്ലെങ്കിൽ നേതാവ് എന്ന് പറയുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. നിർഭാഗ്യവശാൽ, ദൗർഭാഗ്യം കൊണ്ട് അദ്ദേഹം നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് സ്വാഭാവികമായൊരു പിൻഗാമി പിണറായി വിജയൻ ഇല്ല. പിണറായി വിജയൻ ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കാതെ മാറി നിന്നാൽ, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് നിരവധി നേതാക്കളുടെ തള്ളിക്കയറ്റമുണ്ടാകും, ഒരു പിടിവലി ഉണ്ടാകും. അത് നിയന്ത്രിക്കാൻ പാർട്ടിക്ക് പ്രയാസമായിരിക്കും, പാർട്ടിക്ക് പ്രതിസന്ധിയാകും ആ ഒരു തള്ളിക്കയറ്റം. പിന്നെ മറ്റൊരു കാര്യം, പ്രായപരിധി. 75 വയസ്സ് കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ 75 വയസ്സാകുമ്പോൾ പാർട്ടി പദവികളിൽ നിന്ന്, അതായത് പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാക്കപ്പെടും പിണറായി വിജയൻ. എന്നാലും അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കട്ടെ. അത് ബംഗാളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. ജ്യോതി ബസുവായിരുന്നു നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി. ജ്യോതി ബസുവായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയിലേക്ക് ഭരണ കൈമാറ്റം നടത്തി. ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന മറ്റൊരു നേതാവിലേക്ക് ഭരണ കൈമാറ്റം നടത്തി. അതോടുകൂടി പശ്ചിമ ബംഗാളിൽ CPM-ന്റെ കട്ടയും പടവും അടങ്ങി. അതുപോലെ കേരളത്തിലും പിണറായി വിജയൻ 2 തവണ ജയിച്ചു. ഇനി ഒരിക്കൽ കൂടി പിണറായി വിജയനെ മുന്നിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. അങ്ങനെ തുടർച്ച വരണം. ഇത് പിണറായി വിജയൻ ഒരു 40-50 വയസ്സായിരുന്നുവെങ്കിൽ പറയാമായിരുന്നു, ഇങ്ങനെ തുടർ ഭരണമൊക്കെ അദ്ദേഹത്തിന് സാധ്യമാകുമെന്ന്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായം കഴിഞ്ഞുപോയി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം കാരണം തന്നെ അദ്ദേഹത്തിന് 3-ാം തവണയും മുഖ്യമന്ത്രി ആകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ധാരാളം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്, പ്രായാധിക്യവും അലട്ടുന്നുണ്ട്. അത് ഒരു മുഖ്യമന്ത്രി പോലുള്ളൊരു പോസ്റ്റിന് അത്ര അഭികാമ്യമല്ല ഈ ആരോഗ്യ പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പിണറായി വിജയൻ തന്നെയാണ്. എങ്കിലും പാർട്ടി നേതൃത്വം പറയുന്നത് പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ പോകണം. അല്ലെങ്കിൽ ബംഗാളിലെ പോലെ കേരളത്തിലും CPM ഭരണം നഷ്ടമാകും. ത്രിപുരയിലും ഇപ്പോൾ ഭരണമില്ല, മണിക് സർക്കാർ ആയിരുന്നല്ലോ, അവിടെയും ഭരണം നഷ്ടമായി. അതുകൊണ്ട് ഈ പിണറായി വിജയൻ എന്ന നേതാവിനെ മറികടക്കാൻ, പകരം വയ്ക്കാൻ മറ്റൊരു നേതാവ് തൽക്കാലം കേരളത്തിലില്ല. പിണറായി വിജയനെ മുൻനിർത്തി ഹാട്രിക്കിന് വേണ്ടി ശ്രമിക്കണമെന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം.